ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് നന്നായി പെരുമാറാതിരുന്ന ഒരു വ്യക്തി ഉണ്ടാകാം. അവർ നിങ്ങളോട് പെരുമാറിയ രീതിയും സംസാരിച്ച രീതിയും കാരണം നിങ്ങൾക്ക് ഇപ്പോഴ് നല്ല ഒരു ബന്ധം അവരുമായിട്ട് ഉണ്ടായിരിക്കില്ല. അവർ നിങ്ങൾക്ക് സ്നേഹവും വിലയും നൽകിയില്ല. ഈ വ്യക്തി നിങ്ങളുടെ ഫാമിലി മെമ്പറോ ക്ലോസ് ഫ്രണ്ടോ ലവറോ ആരുമാകാം. ഇന്ന് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേകത തോന്നുന്നു. ഈ റീഡിംഗ് ഈ സമയത്ത് ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വ്യക്തി ആരായിരുന്നാലും എനിക്ക് മനസ്സിലാകുന്നത് ഇവര് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നില്ല. അവരുടെ പ്രയോറിറ്റി ആയിരുന്നില്ല നിങ്ങള്. അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ ഫേവറേറ്റ് ആയിരുന്നില്ല, അവരുടെ പ്രിയപ്പെട്ടത് ആയിരുന്നില്ല. അവർ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരുകയും ചെയ്തു. ഈ വ്യക്തി നിങ്ങളെ ദുഃഖിപ്പിച്ചു, അയാൾ നിങ്ങളെ കരയിപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ടത് സ്നേഹം മാത്രമായിരുന്നു. അവർ നിങ്ങളോട് മോശമായ വാക്കുകൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളിൽ നിങ്ങളുടെ ആത്മാഭിമാനം കുറയ്ക്കുകയും പീപ്പിൾ പ്ലീസിംഗ് പോലുള്ള സ്വഭാവങ്ങള് ഉണ്ടാക്കാനും കാരണമായി. ഈ സമയത്ത് നിങ്ങൾ ഇവ രണ്ടിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഈ വ്യക്തി നിങ്ങളെ ഇമോഷണലി തകർക്കാൻ ശ്രമിച്ചിരുന്നു. അവർ മികച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചിരുന്നു എന്ന് കാണുന്നു. ആ സാഹചര്യത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും ആണ് അവർ അതെല്ലാം ശ്രമിച്ചിരുന്നത്. എനിക്ക് കാണാൻ കഴിയുന്നത് അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കാലചക്രം നേരെ തിരിയുകയാണ്. ഇപ്പോൾ അവരാണ് വിഷമിക്കുന്നത്, നിങ്ങളല്ല. നിങ്ങളെ ട്രീറ്റ് ചെയ്ത ആ രീതി ഓർത്ത് അവര് സങ്കടപ്പെടുന്നു. അവർ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നു അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത്. കാരണം നിങ്ങൾ ഇപ്പോഴ് അവർക്ക് ഈസിലി അക്സസിബിൾ അല്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം കോണ്ടാക്ട് ചെയ്യുകയായിരിക്കാം. അവർ നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് ഇപ്പോഴ് കുറ്റബോധമുണ്ട്. അവരുടെ പ്രവർത്തികൾ കാരണം നിങ്ങളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അവർ നിങ്ങളോട് ഇമോഷണലി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളെ അവരുടെ മേൽ ഡിപ്പെൻഡന്റ് ആക്കുന്നതിൽ അവർ ശ്രമിച്ചിരുന്നു. കാരണം അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ശ്രമിച്ചത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പവിത്രമാണ്, അത് അവർക്കും അറിയാം. നിങ്ങളുടെ എനർജി വ്യത്യാസമാണെന്ന് ഉള്ളത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ എനർജി നിങ്ങൾ പിൻവലിച്ചതായി ഞാൻ കാണുന്നു. അവരുമായിട്ട് ഒരു എനർജി എക്സ്ചേഞ്ചിന് ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സമ്മതം കൊടുക്കാത്തതും ഞാൻ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ചു പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചു. നിങ്ങൾക്ക് അവരെ വേണമെന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇപ്പോൾ നിങ്ങളെ വേണം. എന്നാൽ പാസ്റ്റിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചത് സ്നേഹം മാത്രമായിരുന്നു. നിങ്ങൾ അവർക്ക് അത് കൊടുക്കുകയും ചെയ്തിരുന്നു, പക്ഷെ നിങ്ങൾക്കത് തിരികെ ലഭിച്ചിരുന്നില്ല. അവർ നിങ്ങൾക്ക് തന്നത് വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. സ്നേഹത്തിന് പകരം അവർ നൽകിയത് ദുഃഖം മാത്രമായിരുന്നു. അവർ നിങ്ങളുടെ എനർജിയെ അവരുടെ എനർജി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് അവർ കുറ്റബോധത്തിലാണ്. നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചതിനെ ഓർത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങളുടെ എനർജി അവരുടെ ജീവിതത്തിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ കരുതിയത് അവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുമെന്നായിരുന്നു. അവർ നിങ്ങളെ തേടിയെത്താം. അതൊരുപക്ഷെ ഒരു മെസ്സേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേർക്കും അറിയുന്ന ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി നിങ്ങളെ വീണ്ടും അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇവിടെ കാർഡ്സ് പറയുന്നത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നത് അവർ നിങ്ങൾക്ക് അയക്കുന്നത് സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവർക്ക് നിങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടാനും കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള നല്ല ഉദ്ദേശമായിരിക്കാം.
പക്ഷെ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അവരുടെ എനർജി ഇനിയും ടോക്സിക് തന്നെയാണ് എന്നാണ്. ഇവരുമായിട്ടുള്ള ഇനിയുമുള്ള ഒരു കൂട്ടുകെട്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം വൈകിപ്പിക്കും എന്ന് കാണുന്നു. അവർ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് കാണുന്നു. അവർ നിങ്ങൾക്ക് പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓഫർ നൽകിയേക്കാം, നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, കൂടുതൽ ആലോചിക്കാതെ പെട്ടെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്, അല്ലെങ്കിൽ ഒരു ഉത്തരം നൽകരുത്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ ആവശ്യമുള്ള സമയമെടുത്ത് നല്ലതും ചീത്തയും ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഈ ഓഫർ വളരെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ ഇതൊരു കെണിയാണ്. ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവർ നിങ്ങളെ പതിയെ പഴയതുപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, അവരില്ലാതെയാണ് നിങ്ങൾ ഇത്രയും ദൂരം എത്തിയത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കെട്ടിപ്പടുത്തു എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമായിരുന്നു. അത് നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കാൻ ഈ വ്യക്തിയെ അനുവദിക്കരുത്. അവർ നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും അവർക്കറിയാം നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണെന്നുള്ളത്. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെന്നും അവർ നിങ്ങളോട് പെരുമാറിയ രീതി ശരിയല്ല എന്നും അവർക്ക് എപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. നിങ്ങളോട് അവര് പെരുമാറിയ രീതി ശരിയായിരുന്നില്ല എന്ന് അവർക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ വളരെ വൈകിപ്പോയി. ഈ വ്യക്തി നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചതായി കാണുന്നു ഇവിടെ 10 ഓഫ് സോർഡ്സ് കാർഡിലൂടെ. അത് നിങ്ങളിൽ വളരെയധികം വേദനയുണ്ടാക്കി. ഇന്നും നിങ്ങൾ അതിൽ നിന്നും ഹീലായി കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതായിരുന്നു, എന്നാൽ അവർ നിങ്ങളെ വഞ്ചിച്ചു. അവർ നിങ്ങളുടെ ഹൃദയം തകർത്തു, നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചു. നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായി. ഇത് മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇനി ഈ വേദന അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. പഴയ നിങ്ങളെ തന്നെ ഇതോടൊപ്പം ഉപേക്ഷിക്കാനും നിങ്ങൾ തീരുമാനിച്ചു. ഇതോടുകൂടി നിങ്ങളിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. നിങ്ങൾ പ്രധാനമായും അതിനെ മെന്റലിയും ഇമോഷണലിയും വിട്ടുകളയേണ്ടതുണ്ട്. ആ പഴയ ഓർമ്മകളെ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഈ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി ഞാൻ കാണുന്നു. ഇത് നിങ്ങളുടെ തീരുമാനമാണ്. അതുപോലെ നിങ്ങളിൽ മാറ്റം വരുന്നതിന് ഇത് വളരെ നല്ല ഒരു തീരുമാനം തന്നെയാണ്. ഈ വ്യക്തിക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾ എത്ര ദൂരം പോയെന്ന്. നിങ്ങളിലുണ്ടായ വളർച്ച പഴയ നിങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് വരുന്നതായി കാണുന്നു. അത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നതായി കാണുന്നു. ഈ വ്യക്തി യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് നിങ്ങൾ ഒരുപാട് വൈകാതെ മനസ്സിലാക്കി. നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷൻ മാറി. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം കാണാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾ ഹീലിംഗിന്റെ മനോഹരമായ ഒരു വഴിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കായിരുന്നോ പ്രശ്നമെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് നിങ്ങളായിരുന്നില്ല എന്ന്. മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി വരുന്നത് ഒരു ഓഫർ ആയിട്ടാകാം. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉള്ള അവരുടെ ഒരു കടന്നുവരവാകാം. കാർഡ്സ് പറയുന്നത് അവരെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അവർ ഓൾറെഡി ആവശ്യത്തിലധികം വേദന നിങ്ങൾക്ക് തന്നു. കിങ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കാം എന്നുള്ളതാണ്. ഒരിക്കൽ നിങ്ങളുടെ മേൽ പവർ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഇന്ന് യാതൊരു പവറുമില്ല. ആ പവർ ഇന്ന് നിങ്ങളുടെ കൈകളിലാണ്. ഒരിക്കൽ വേദനയിലായിരുന്ന നിങ്ങൾ ഇന്ന് അതേ വേദനയിലല്ല. ഈ വ്യക്തിക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുന്നു.
അവർ ഇപ്പോൾ ഉള്ളത് നല്ല ഒരു സാഹചര്യത്തിലല്ല. എന്നാൽ ജീവിതം നിങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ സമാധാനം, നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ്, ഇവ തന്നെയാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്ന വേറെയും ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. എനിക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് ധാരാളം പോസിറ്റീവ് എനർജി വരുന്നതായി കാണാം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വെച്ചിരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ അന്യായമായ, വളരെ മോശമായിട്ടുള്ള ഒന്നായിരുന്നു. നിങ്ങൾ അതിലൂടെ കടന്നുപോയി, നിങ്ങൾ അതിജീവിച്ചു, നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. നിങ്ങളിലെ പെയിനിനെ, നിങ്ങളിലെ വേദനയെ നിങ്ങളുടെ ശക്തിയാക്കി ട്രാൻസ്ഫോം ചെയ്തു. അതുപോലെ ഈ അടുത്ത് ഒരു എനർജി ഷിഫ്റ്റ് വന്നതായി കാണുന്നു. പഴയ ആവശ്യമില്ലാത്ത എനർജി നശിപ്പിച്ചതാകാം. ഒരു പുതിയ പോസിറ്റീവ് എനർജി ജനിച്ചതായി കാണാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ എനർജി ഫ്ലോ വരുന്നുണ്ട്. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങളുടെ കരിയറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഇനി മുതൽ ഉണ്ടാവുകയില്ല. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ കാര്യങ്ങൾ പോസിറ്റീവ് ദിശയിലേക്ക് ഒഴുകുന്നു എന്ന് കാണാം. ചിലപ്പോൾ കരിയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു യാത്ര വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും അവസരങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങോ എന്തെങ്കിലും ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോഴിപ്പോൾ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടാകാം. അത് യൂണിവേഴ്സ് നിങ്ങളുടെ പഴയ കണക്ഷൻസിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുന്നതാണ്. കാരണം ഈ കണക്ഷൻസ് നിങ്ങളുടെ നല്ലതിനല്ല. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഫ്യൂച്ചറും നഷ്ടപ്പെടുത്താൻ യൂണിവേഴ്സ് ഇനി ഒന്നിനെയും അനുവദിക്കാത്തതാണ്. നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇത്. നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനും ഉള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ട്രാൻസിഷൻ പീരീഡിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിന്റെ പ്രോസസ്സിൽ നിന്നും ഡിസ്ട്രാക്ട് ആകേണ്ടതില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ്. നിങ്ങളുടെ കരിയറിലും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണിത്. അതുപോലെ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സോഷ്യലൈസ് ചെയ്യുകയും വേണ്ട ഈ ഒരു സമയത്ത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും നിങ്ങളിലേക്കുമാണ് ഷിഫ്റ്റ് ആകുന്നത്. പുതിയ വ്യക്തികളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സമയമല്ല ഇത് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ ഉദ്ദേശം നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതിന് റെഡി ആകുമ്പോൾ, നിങ്ങൾ പുതിയ കണക്ഷൻസ് ഉണ്ടാകാൻ റെഡി ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സത്യസന്ധമായ വ്യക്തികളെ അയക്കുമെന്ന് കാണുന്നു. ഇതാണ് ഇന്നത്തെ റീഡിങ്. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.